അപ്പോൾ നമ്മുടെ റൂം മേക്കർ പാട്ട് എത്രയാമത്തെയാണെന്ന് അറിയില്ല, ഏകദേശം തീരാറായിട്ടുണ്ട്. കുഞ്ഞാവന്നേക്കും നമ്മൾ ഏകദേശം ഫുള്ളാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ നമ്മൾ താഴെ ഉണ്ടല്ലോ ആ ഒരു പെയിൻ്റ് അടിക്കാത്ത ഭാഗത്ത് ഈ ഒരു വാൾ സ്റ്റിക്കർ മുറിച്ചിട്ട് ആണ്ട് ഒട്ടിക്കുന്ന ഒരു പാനലിൻ്റെ ഒരു ഷെയ്ഡുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി, ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണുന്ന വാൾപേപ്പർ ഉണ്ടല്ലോ അത് ഞാൻ ഒട്ടിച്ചാണ് കുറച്ച് തലയിരിഞ്ഞ് പോയി. അപ്പോൾ അഴിക്കാന്ന് ഓർത്ത് മുകളിൽ കയറിയാണ്, പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ച് താഴെട്ടിറങ്ങി ഗൈസ്. അങ്ങനെ ആ വാൾ സ്റ്റിക്കർ ഞാൻ മുറിച്ചൊരു കഷ്ണങ്ങളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ താഴ്ഭാഗത്ത് ഞാൻ ഒട്ടിച്ചു, മുകളിലൊന്നും ഞാൻ കയറി ഒട്ടിച്ചില്ല കേട്ടോ. അച്ഛനും ചാച്ചന്മാരൊക്കെ കൂടിയിട്ടാണ്, അച്ഛനും ചാച്ചനും അനിയനൊക്കെ കൂടിയിട്ടാണ് അത് ഒട്ടിച്ചിട്ടുണ്ടായത്. അങ്ങനെ താഴെയൊക്കെ എനിക്കിരിക്കുന്ന ഒട്ടിക്കാൻ പറ്റണതൊക്കെ ഞാൻ താഴെ പല സമയത്തായിരുന്നു ഒട്ടിച്ചു. ഇപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം പുറത്ത് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ജനലിൽ വെക്കണേക്കും ഉമ്മാട്ട നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായ. പിന്നെ മുകളിൽ ഒട്ടിക്കുന്ന ഫോമിൻ്റെ സ്ട്രിപ്പിൻ്റെയും പിന്നെ നമ്മൾ ഒട്ടിച്ചേക്കുന്ന 3 വാൾ സ്റ്റിക്കേഴ്സിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ടാഗിൽ കൊടുത്തേക്കാവേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫൈനൽ റിസൾട്ട് ഉണ്ടല്ലോ ഞാൻ അടുത്ത ദിവസം കാണിക്കാട്ടെ ഗൈസ്. അപ്പോൾ അത്രയുള്ള നിർത്തിയോടി ടാറ്റ.